സോഷ്യൽ മീഡിയയിൽ ഈ പടം റിലീസായതിനു ശേഷം പടം കാണാത്ത ആളുകളുടെ കരച്ചിൽ മാത്രമുള്ളത്. ഓക്കെ, ഞങ്ങൾ ഒന്നാം പെരുന്നാൾക്ക് എമ്പുരാൻ എന്നുള്ള സിനിമ കണ്ട്. ഓക്കെ, ആ സിനിമ കണ്ടപ്പോൾ ഒറ്റ വാക്കിൽ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള പൃഥ്വിരാജിനും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപിക്കും അഭിനയിച്ചിട്ടുള്ള മുഴുവൻ മോഹൻലാൽ അടക്കമുള്ള നടന്മാർക്ക് എനിക്ക് ഒന്നും പറയില്ല. പടം സൂപ്പറാണ്. അതെ, എന്താണ് പറയുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് സിനിമക്ക് വന്നത് എന്നുള്ളത് ഒരുപാട് ഹെയ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ഹെയ്റ്റ് ക്യാമ്പയിൻസും കാര്യങ്ങളും ഈ സിനിമയ്ക്കെതിരെ വന്നതുകൊണ്ട് അതിനെതിരെയുള്ളൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് പെരുന്നാൾക്ക് തന്നെ നമ്മൾ വന്ന് സിനിമ കാണുന്നത്. അപ്പോൾ സിനിമയുടെ മേക്കിങ്ങും അതുപോലെ തന്നെ സിനിമ എടുത്തിട്ടുള്ള ഒരു രീതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മലയാളത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു മേക്കിങ്ങും അതല്ലെങ്കിൽ ഡയറക്ഷനും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ഉണ്ടായിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ പൃഥ്വിരാജ് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവില്ല. മോഹൻലാലിന് ഇങ്ങനെ ഒരു ഫിലിം ഇനി ഭാവിയിൽ അഭിനയിക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും. അതില് അതായത് നമ്മളിങ്ങനെ ത്രസിപ്പിച്ചിരുത്തി പഠനം തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ ഈ ചിത്രം അതിന് കഴിവ് പൃഥ്വിരാജ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ഈ ഒരു പടത്തിനെതിരെ ഇത്രത്തോളം ഹെയ്റ്റ് ക്യാമ്പയിൻസും കാര്യങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എൻ്റെ ഒരു വിലയിരുത്തൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിനോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഉദ്ദേശമോ അതല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ചതും മോഹൻലാലാണ്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപിയാണ്, ഇതിൻ്റെ ഡയറക്ടർ പൃഥ്വിരാജാണ്. എന്തിനാണ് സംഘപരിവാർ ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം നടത്തിയതെന്നുള്ളത് ചോദിച്ചതിനും എനിക്കിപ്പോൾ ഉത്തരം കിട്ടണില്ല. പടം മുഴുവൻ കണ്ട് ഓരോ സീനുകൾ കണ്ട് അതിൽ ചില പേരുകൾ അവർ പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു അല്ലേ ഇതിൻ്റെ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഇപ്പം ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ സിനിമ കാണാത്തവരാണ് ഇതിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ അതെ, ഈ സിനിമ കാണാതെയാണ് ഇവരിതിനെ വിമർശിച്ചിട്ടുള്ളത്. ഇപ്പം ഈ ഒരു സംഭവത്തിൽ, അതായത് ഈ ഗോത്ര കലാപത്തെ അല്ലെങ്കിൽ ആ ഒരു കലാപത്തിൻ്റെ സീന് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിന് മുൻപ് നടന്നൊരു ഇൻസിഡൻറ്റ് അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് കാണിച്ചതിന് ശേഷമാണ് പിന്നെ ആ ഒരു വലിയൊരു കലാപത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അതിൽ മേക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കേരളത്തിലുള്ള 3 മുന്നണികളെയും കൃത്യമായിട്ട് അതിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. അതല്ല നമ്മളെ ഈ കഥ ഭയങ്കരമായിട്ട് അതിനെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പലർക്കും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങൾ ഈ സിനിമയിലൂടെ അതെ. പിന്നെ കേരളത്തിലെ 3 പാർട്ടിക്കാരെയും വ്യക്തമായിട്ട് അതിൽ ഊക്കുന്നുണ്ട്. എല്ലാരും ഊക്കിയിട്ടുണ്ട് അതില്. അതെ, കൂടുതലായിട്ടും. അപ്പൊ ഒരു വിഭാഗത്തിന് മാത്രമാണ് ഇത് പൊള്ളുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ്. അത് ഉത്തരം ഉണ്ടായിന്. അതായത് ഈ കലാപം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, ഈ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞൊരു സാധനം അത് ഉള്ളതാണ്. അത് ചരിത്രമാണ്. അതൊരു ചരിത്രമാണ്. ആ ഒരു ചരിത്ര വസ്തുത അല്ലെങ്കിൽ അതൊരു സിനിമയായിട്ട് വരുന്ന സമയത്ത് അയ്യോ ഇത് ഞങ്ങൾ തന്നെയാണ്. മറ്റേ ഇന്നലെ ഒരു ചാനൽ ചരിത്രത്തിൽ അരുൺ പറഞ്ഞായിരിക്കും, പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പറയുമ്പോഴേക്ക് ഇത് എന്നെ തന്നെയാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറയുമ്പോഴാണ് ഈ ഒരു വിഷയം ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പോൾ ഈ സിനിമയിൽ ഭൂരിപക്ഷ വർഗീയത കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്നുണ്ട്, ന്യൂനപക്ഷ വർഗീയത കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്നുണ്ട് ഇല്ലേ. എല്ലാ ഏരിയയിലും ടച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം ഇത് പൊള്ളുന്നതിൻ്റെ പിന്നെ കാര്യം കൃത്യമാണ്. ഞാൻ ഈ പടത്തിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുന്ന കാരണം മോഹൻലാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം വളരെ വൈഡായിട്ട് എസ് പോലെ എനിക്കൊരു ന്യൂനപക്ഷത്തെയോ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ സംഘടനകളെയോ എനിക്ക് അങ്ങനെ വെറുക്കപ്പെടാൻ പാടില്ല, ഞാൻ എൻ്റെ 45 വർഷത്തെ അഭിനയം ചെയ്ത് ഞാൻ ഇന്നേ വരെ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഖേദം പ്രകടിപ്പിക്കുന്ന പോസ്റ്റർ ഉണ്ടപ്പോൾ അദ്ദേഹം എന്തോ സംഭവം ഈ സിനിമയിൽ ചെയ്തു എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്ന് ആർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു സോറി പറയാൻ വേണ്ടി സോറി പറഞ്ഞു. ഈ വേറൊന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വേറൊരു സൈഡ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ രീതിയിൽ സോഷ്യൽ മീഡിയ എടുക്കുന്ന ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച 4 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ കയറി, 100 കോടി ക്ലബ്ബിൽ കയറി. ഇനിയിപ്പോൾ ഈ സിനിമയുടെ ഒരു എഡിറ്റഡ് വേർഷൻ ഇറങ്ങുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ കയറും. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി കുറച്ച് ആളുകൾ കയറും. അപ്പോൾ വീണ്ടും ഒരു 100 കോടി. അപ്പോൾ ഇതിനു മുമ്പ് 200 കോടി ക്ലബ്ബ് കയറിയിട്ടുള്ള സിനിമ എന്താ പറയുള്ളത് അതിനെ പറ്റി? അതെ, 2 ഏരിയ നമ്മൾ കാണും. എഡിറ്റഡ് വേർഷനും കാണും. പുറത്തോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു എന്താ മാർക്കറ്റിംഗ് അല്ല. നീ പറഞ്ഞത് 2 ഓൾറെഡി സേവ് ചെയ്തിട്ടെന്നാ പറഞ്ഞത്? 2 സേവ് ചെയ്തിട്ടുള്ളല്ല, ഇതിന്റെ സാധനത്തിന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടും ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ അവർ പ്രിപ്പയർഡ് ആണ്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറും പൃഥ്വിരാജ് നടനും മോഹൻലാലും അതേപോലെ തന്നെ ഇതിനകത്തിരിക്കുന്ന ക്രൂ ഇവരെല്ലാവരും എന്താ പറയാ ഓൾറെഡി വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിക്കില്ല. ഇനിയിപ്പോ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു സിനിമ വരുന്ന സമയത്ത് ഇതിന്റെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സെൻസിറ്റിവിറ്റി അവർക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവും.
ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും, എന്തെല്ലാം കാര്യം ഇമ്പാക്ട് ഇതായിരിക്കും ഇതിന് ഇമ്പാക്ട് എന്ന് കൃത്യമായിട്ട് ബോധ്യം അവർക്കുണ്ടാവും. എനിക്ക് പറയാനുള്ളത് ഈ സിനിമയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമേന്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നുള്ള. അല്ല എവിടെയാണ് കട്ട് എവിടെ കട്ട് ചെയ്യും, എവിടെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത ഇതാണ് സിനിമ. അതെ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ന് വരെ കണ്ട ആളുടെ മനസ്സിൽ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്ത് അർത്ഥത്തിലാണ് ഇത് കട്ട് ചെയ്യണത്? ഇനിയിപ്പോ എഡിറ്റഡ് വെർഷൻ വരുമ്പോ എല്ലാരും അതിന്റെ പിന്നാലെ പോയി അതെന്താണെന്ന് അതാ ഏത് ഭാഗം കട്ട് ചെയ്തു എന്നുള്ള അറിയാൻ വേണ്ടി പോകും. അതെന്തായാലും വീണ്ടും പോകും കാണാനായിട്ട്. മലയാള സിനിമയുടെ വലിയൊരു ഹൈപ്പാണ്. ഏറ്റവും വലിയ hype ആണ്. അതെ. Amazing making. അതെ അത് നല്ല കിടിലം മേക്കിംഗ് ആണ്. സിനിമ കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. അതൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം അതിന്റെ സൗണ്ട് എഫക്ട്സും VFX കാര്യങ്ങളെല്ലാം കിടിലനാണ്. അസാധ്യമായിട്ട് തന്നെ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ഇന്ത്യൻ മൂവികൾ പല സംസ്ഥാനത്തുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഏഷ്യയിൽ തന്നെ ഒരു പക്ഷേ ഇതിന്റെ ആ ഒരു മേക്കിംഗ് വേറെ രീതിയിലുള്ളത്. ഒരിക്കലും പടം ലാഗും ഇല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള അനുഭവമാണ് നമ്മള് മലയാള സിനിമനെ തന്നെ വേറൊരു തലത്തിലെത്തിച്ചു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. ഹെയ്റ്റ് ക്യാമ്പയിനുമായിട്ട് പോകുന്നവർ അതുപോലെ പോവാ. നല്ല സിനിമ ആസ്വദിക്കണം, സിനിമയുടെ അല്ലെങ്കിൽ സിനിമയുടെ ഭംഗി അല്ലെങ്കിൽ നല്ല സിനിമ ആസ്വദിക്കണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്റർ വന്ന് തന്നെ ഈ സിനിമ പിന്നെ സുരാജ് വെഞ്ഞാറമൂട് സുരാജ് വെഞ്ഞാറമൂട് സൂപ്പർ. എല്ലാവരും നന്നായിട്ട് പടം കണ്ട് ഇങ്ങനെ ഹാങ് ഓവറിലിരിക്കണം. സത്യം എല്ലാവരും ഇപ്പൊ പക്ഷേ ഞങ്ങൾ സംഘപരിവാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും, വീണ്ടും തെളിയിക്കാണ്. അതെ. അപ്പൊ എമ്പുരാൻ ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? 9.5. 9.5. എത്ര കൊടുക്കും? 9.5. എത്ര കൊടുക്കും? 10 ഔട്ട് ഓഫ് 10. ഞാനും 9.5 കൊടുക്കും. അപ്പൊ എമ്പുരാൻ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണും. തീർച്ചയായിട്ടും.